അങ്ങനെ നടന്ന് കയറി വന്ന് ഞാൻ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പം നല്ല കാഴ്ച. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സ്, അത് യൂട്യൂബിൻ്റെ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സ് നിങ്ങൾ ഒരു HD എങ്കിലും ആക്കി മാറ്റണം. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സും കുറയ്ക്കണം. അപ്പം നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻഡ്സിൻ്റെ ഒരു പുതിയ 360 വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങളെല്ലാം കരുതുമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു പാറക്കെട്ട് കാണാം. ആ പാറക്കെട്ടിൻ്റെ മുകളിലേക്കുള്ളൊരു യാത്രയിലാണ്. അത് ഏതാണ് സ്ഥലമെന്നുള്ളതും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ കാറിലാണ് പോകുന്നത്. ശേഷം അവിടെ ചെന്നിട്ടുള്ള കാഴ്ച. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ നിന്ന് കുറച്ചകത്തായിട്ട് ഒരു മലയുണ്ട്. അതൊരു എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ്. അതാണ് അനങ്ങന്മല എക്കോ ടൂറിസം പദ്ധതി. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇത് കുറച്ച് ഉള്ളിലോട്ടാണ്, എന്നാലും നല്ലൊരു ഏരിയ. നമ്മൾ കയറാൻ പോകുന്നത് ഈ മലയുടെ മുകളിലേക്കാണ്. അവിടേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും പോയി കണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. സംസാരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ സംസാരിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷ്വൽസിലേക്ക് കയറാം. അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് അനങ്ങന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ അകത്തേക്ക് കയറാം. നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു. ഇനി കുറച്ച് ദൂരം ഒന്ന് നടന്നു കയറാനുണ്ട്. ഓക്കെ, വണ്ടിയിൽ നിന്നും ബാഗ് എടുക്കണം. മാസ്ക് പോക്കറ്റിലുണ്ട്. ഓക്കെ, എടുത്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മളിങ്ങനെ അകത്തോട്ട് കയറുകയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു എക്കോ ടൂറിസം പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യത്തെ കാര്യം. നിങ്ങൾ പ്ലാസ്റ്റിക് ദയവേത് കൊണ്ടുവരാതിരിക്കുക. രണ്ടാമത് ലിക്വർ ബാൻഡാണ്, സിഗരറ്റ് സ്മോക്കിംഗ് ബാൻഡാണ്. പിന്നെ കാട്ടുതീ ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിച്ച് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പം ഇതാണ് ടിക്കറ്റിംഗ് ഓഫീസ്. ടിക്കറ്റിൻ്റെ റേറ്റ്സ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. അഡൽട്ട്സിന് 25 റുപ്പീസ്, ചൈൽഡ് ആണെങ്കിൽ 15 രൂപ. പിന്നെ പാർക്കിംഗ് 2 വീലർ 15, 4 വീലർ 25, ബസ് 45, ക്യാമറ 25, വീഡിയോ ക്യാമറ 105. പിന്നെ ട്രെക്കിംഗ് ഉണ്ട്. ട്രെക്കിങ്ങിന് ഒരു എന്താ പറയുന്നത്, 2000 ഫീറ്റ് ട്രെക്കിംഗ് ആണ്. ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. നമ്മളെന്തായാലും കയറുന്നുണ്ട്. ട്രെക്കിങ്ങിന് 4 പേർക്ക് 250 രൂപ. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്. ടൈമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, 9:30 to 6 PM ആണ്. ഇപ്പം ഓൾറെഡി ഒരു 3 മണിയായി. അപ്പം നമ്മൾ ആദ്യം തന്നെ ട്രെക്കിങ്ങിന് അങ്ങ് കയറുകയാണ് ടിക്കറ്റ് എടുത്തിട്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു റോഡ് കാണാം. ഇത് അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. ഇവിടെ 2 മലകളുണ്ട്, ഒരു വലിയ മലയും ഒരു കുഞ്ഞു മല. ഇത് കൂനൻ മല. ഓക്കെ, ഇവിടേക്ക് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ആദ്യം ട്രെക്കിങ്ങിന് കയറുകയാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുകയാണ്. ഇത് അനങ്ങന്മല എന്ന് പറയുന്ന മലയാണ്. ടിക്കറ്റ് ഇല്ലാതെ ആരും പ്രവേശിക്കരുത്. ഇവിടെയൊക്കെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദയവ് ഇത് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക. പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ, അതായത് വൈൽഡ് ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസർവേറ്റീവ് ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ദയവ് ചെയ്ത് ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല, തിരിച്ചു കൊണ്ടുപോവുക. അത് ദയവ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക്. അപ്പോൾ ഇവിടെ കുറേ കിളികളെ കാണാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കിളികൾ ഏത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല. കുരങ്ങുണ്ട്, മുയലുണ്ട്, ഓന്ത്, എല്ലാം പല ടൈപ്പുണ്ട്. ഓക്കെ, ഇതുങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കയറുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മുകളിൽ ഇച്ചിരി കൂടെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല ഒരു കാഴ്ച ഞാൻ കാണിച്ചാൽ. നമ്മൾ ഒരു പോർഷൻ നമ്മൾ നടന്നു കയറി. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ മലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ അനങ്ങന്മല എന്ന് പേര് വന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം കാണാം, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഒരു പുരാണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇവിടെ അനങ്ങന്മല എന്ന് പേര് വന്നതെന്നുള്ളതാണ്. നല്ലതായിട്ട് അണയ്ക്കുക. കുറച്ചേ കയറിയുള്ള നേരത്തേക്ക് ക്ഷീണിച്ചു തുടങ്ങി, രാവിലെ ഇറങ്ങിയാണ്. അപ്പം എന്തുകൊണ്ടാണ് അനങ്ങന്മല എന്ന് പേര് വന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പണ്ട് ഹനുമാനൊന്ന് പൊക്കാൻ നോക്കിയായിരുന്നു, രാമായണത്തിലെ ഹനുമാൻ. അപ്പം ഈ മല അനങ്ങിയില്ല.
അപ്പം അങ്ങനെയാണ് ഇത് അനങ്ങാമല എന്നായിരുന്നു ആദ്യം പേര്, പിന്നെ അത് പറഞ്ഞ് അനങ്ങന്മല ആയതാണ്. അപ്പം കൊള്ളാം. നമ്മളിനി ആ മലയുടെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. കയറാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും ശ്രമിച്ചു നോക്കാം. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുഞ്ഞൊരു പാർക്കാണ്, പിള്ളേർക്കൊക്കെ ഒരു ഇത്തിരി നമ്മളിനി ഈ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അതാണ് കൂനന്മല. ഇതൊരു കുഞ്ഞു മല, അവിടെ വലിയ ട്രക്കിംഗ് ഒന്നുമില്ല. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് മുഖം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റിംഗ് സ്ഥലമുണ്ട്, ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാം. എന്താ പറയുന്നത്, ബെഞ്ചസ് ഉണ്ട്, അല്ലാതെ വെയിറ്റിംഗ് ഷെഡ്സ് ഉണ്ട്. വെയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ കയറി നിൽക്കാം. നമ്മളിതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറും. അടിപൊളി സ്ഥലം. ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ളവർ ദയവേദക്ക് വരിക എന്ന് വെച്ചാൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഗതി കണ്ടോ, ഒരു വൈൽഡ് ലൈഫിൻ്റെ ഗതിയാണ്. പ്ലാസ്റ്റിക് എല്ലായിടത്തും, ഇവിടെ എല്ലാം ഉണ്ട്. ദയവേദ നിങ്ങൾ കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുപോകും, ഒരു പ്രശ്നവുമില്ല. വെറുതെ ഇത് കൊണ്ടുവന്ന് ഇവിടെ കളഞ്ഞേച്ച് പോവാണ്. നമ്മളപ്പോൾ 25 രൂപയുടെ പാസ് മാത്രമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടം വരെ വരാൻ പറ്റും. ഈ ഗേറ്റിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അത് പ്രവേശിക്കാൻ ട്രക്കിങ്ങിൻ്റെ പാസ് വേണം. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ 25 രൂപയുടെ പാസ് എത്രത്തോളമാണ് ഒന്ന് കണ്ടോളൂ. നമ്മൾ ഈ കാണുന്ന കാഴ്ചയാണ്. ഇത് തന്നെ നല്ലൊരു കയറ്റമാണ്. ഇത് തന്നെ എന്താ പറയുക, ഒരു മല കയറി കഴിഞ്ഞു. ഇനി നമ്മുടെ മുകളിലേക്ക് ഒരു മലയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ട് ഇത് തുറന്ന് തരുന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. പുള്ളി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കി വിശേഷം അകത്ത് കയറിയിട്ട്. ഇത് ട്രക്കിങ്ങിന് പാസ് ഉള്ളവർക്ക് മാത്രം പ്രവേശിക്കാനുള്ള സ്ഥലമാണ്. അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. ഓക്കെ, ചേട്ടൻ വന്ന് തുറന്നു തരും, നമുക്കത് കഴിഞ്ഞ് കയറിപ്പോം. ചേട്ടൻ വന്ന് തുറന്ന് തന്നിട്ട് അത് പൂട്ടിയിട്ട് താഴേക്ക് പോയി. എന്തോ ഒരു പരിപാടിയുണ്ട്, വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ആ സമയത്തേക്ക് ഞാൻ പയ്യെ വലിഞ്ഞ് കയറി അങ്ങ് മുകളിൽ പോകാം, ചേട്ടൻ പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞു, തുറന്നു തരാൻ വേണ്ടിയിട്ട്. ഇറങ്ങണ്ടേ? ഓക്കെ, അപ്പം ഇത് ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള പാറയാണ്. ഞാൻ വലിഞ്ഞ് കയറുകയാണ്. ശ്രമിച്ചു നോക്കാം അല്ലേ കയറുന്നതിന്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എങ്ങനെ കയറും? പിടിച്ച് കയറുന്നതിന് കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴായിരിക്കും. പക്ഷേ ഇതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിടിച്ച് കയറുമല്ല, ആക്ച്വലി അതുവഴി നടന്ന് കയറണം. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്ന കാരണം ഞാനൊന്ന് പിടിച്ച് കയറുകയാണ്. എന്നോടൊന്നും തോന്നല്ലേ, മാമനോട് ക്ഷമിക്കണം. ഇത്രയും കയറിയപ്പം തന്നെ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ അണച്ചാലും ഉണ്ടല്ലോ, ഇതിവിടുന്ന് ഒരു വ്യൂ കാണുമ്പോഴത്തേന് ഭയങ്കര രസമാണ്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് പക്ഷേ ജൂൺ തൊട്ട് നവംബർ ഡിസംബർ വരെയൊക്കെ കാണത്തുള്ളൂ, മഴയുടെ സീസണിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ സൈഡിൽ ആക്ച്വലി നേച്ചറിൻ്റെ ഭംഗി. ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് മലകൾ കാണാം. അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 5 മല അങ്ങോട്ട് കാണാം. ഇങ്ങോട്ട് 1 2 3 4 5 ആറാമത്തേൻ്റെ ചെറുതായിട്ട് കാണാം. ഈ സൈഡിലൊന്നും കാണുന്നില്ല, ഈ സൈഡിലും വലിയ മലയായത് കാരണം കാണുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഈ പകുതി ദൂരം എത്തിയപ്പം ഇത്രയും രസമാണെങ്കിൽ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഉള്ള രസത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ബാക്കി മുകളിലോട്ടുള്ള യാത്ര തുടങ്ങുമല്ലേ. ക്ഷീണിച്ചട്ടോ, അത് കയറുന്നു അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷീണിക്കുന്നത്. ഞാൻ എങ്ങനെ ഇറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, വേറെ വഴിയുണ്ടോ എന്തോ. വാവ്,
പിടിച്ചു കയറാനുള്ള സംഭവം കഴിഞ്ഞ്. ഇനി വലിയ കുഴപ്പമില്ല, നമുക്കിങ്ങനെ നടന്നു കയറാനുള്ളതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറ നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കും. എൻ്റെ ഈ കയ്യിൽ ദാണ്ട ഈ ഇരിക്കുന്നതാണ് ക്യാമറ. ദാണ്ട ഇത്. ഒരുപാട് പേര് പറഞ്ഞു ഈ ക്യാമറയെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന്. അത് പയ്യെ ഇടാം. അതെനിക്ക് 360 ഇടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അത് ഞാൻ പയ്യെ ഇടാം. നമ്മൾ വരിക്കാശ്ശേരി മന കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അതിൻ്റെ തൊട്ടടുത്താണ്. ഒരു തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്റർ വ്യത്യാസം. ഓക്കെ, അങ്ങനെ ഒരു പോർഷൻ കഴിഞ്ഞു കിട്ടി. ഓ, ഒരുപാട് മല കാണാം, ഒരുപാട്. ഞാൻ നല്ലപോലെ കിതക്കുകയാണ്. നമ്മൾ കയറുന്നതിൻ്റെ കൂടെ സംസാരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളൊക്കെ വരുമ്പോൾ ഇത്ര സംസാരിക്കുന്നില്ലായിരിക്കുമല്ലോ. ഓക്കെ, നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അതുപോലെ സൂക്ഷിക്കണം കേട്ടോ. അവിടെ വരുന്നവർ കളിച്ച് നടന്ന ആ സൈഡിലൊന്നും പോകരുത്. അവിടെയൊക്കെ പോയാൽ പിന്നെ നിങ്ങൾ പോയെന്ന് കൂട്ടിയാൽ മതി. അയ്യോ, ഇനിയും മല മുകളിലേക്ക്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആട്ടോ. എന്നോട് പറഞ്ഞു 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു മുകളിൽ കയറാൻ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു പാറ കിട്ടി. അപ്പോൾ പാറയിലിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ മുകളിൽ കയറിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കാം. ഈ പാറയൊക്കെ നോക്കി വെച്ചോട്ടോ, കയറുമ്പോഴേ ഇതുപോലെ ഒന്ന് ഇരിക്കണ്ടേ. എന്തായാലും ഒന്നും കൂടെ ഒന്ന് കാഴ്ച കണ്ടോളൂ. നമ്മൾ അവിടെയൊക്കെ റോഡ് കാണാം കേട്ടോ, പക്ഷെ അത് ഏത് റോഡാണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കും, തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ക്ഷീണമൊക്കെ കുറച്ച് പോയി. നമ്മൾ ആക്ച്വലി വിയർക്കണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും നല്ല കാറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വലിയ വിയർപ്പൊന്നും വിയർത്തില്ല. എന്നാലും കൊള്ളാം കേട്ടോ. ഞാൻ ഈ കയറി വന്ന സമയത്തിൻ്റെയും കൂടെ ഉണ്ട്. ഇവിടെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഈവനിങ് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് വരണം. ഫസ്റ്റ് ഒരു 9:30 വരണം. എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആക്ച്വലി ഇത് പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേ വന്നപ്പം അടിപൊളി. നമുക്ക് ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ്. ഇത്തിരി നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വലിഞ്ഞ് കയറണം. നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഉരുകി പോയിക്കോളും. ഓക്കെ, എൻ്റെ നല്ലപോലെ ഉരുകി. കാരണം ഞാനിങ്ങനെ സംസാരിച്ച് കയറുന്നതുകൊണ്ടേ മാസ്ക് ഒരു പോക്കറ്റ് വെച്ചു. ഇവിടെ കൊറോണ വണ്ടി പിടിച്ച് വന്നാലേ പറ്റത്തുള്ളൂ. ഫ്ലൈറ്റൊക്കെ പിടിച്ച് വരണം കൊറോണ. പിന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇതുവഴി കയറാൻ പറ്റുമോ? യെസ്. ഇതെങ്ങനെ ഇറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കയറുന്നതിന് കുഴപ്പമില്ല. കുറേ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അവിടെ വഴി കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇങ്ങോട്ട് കയറി വരും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഇവിടെ ഒരു വഴിയുണ്ട്. അതുവഴി ഇറങ്ങാം. ഉയരങ്ങൾ കീഴടക്കും തോറും സൂപ്പർ സ്ഥലം. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അതിന് 4 പേർക്ക് 250 രൂപയാണ്. അപ്പോൾ ആൾക്കൊരു 70-75 രൂപ. അല്ല 75 ഇല്ലല്ലോ, വേണ്ട 60 രൂപയെന്ന് കൂട്ടാം. പക്ഷേ അത് വേർത്താണ് കേട്ടോ. ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ്. വരിക്കാശ്ശേരി മനയിലൊക്കെ വരുന്നവർ ആദ്യം ഇവിടെ വന്നിട്ട് പോകണം. അപ്പോൾ നമുക്കൊരു ചെറിയ ക്ഷീണം ഉണ്ടെങ്കിലും അവിടെ പോയി റെസ്റ്റ് എടുക്കാം. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഓടി നടന്ന് കാണാനൊന്നുമില്ലല്ലോ. നല്ലൊരു ആംബിയൻസ്, അതാണ് അവിടുത്തെ ഇത്. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് ആംബിയൻസ്. ഓക്കെ, കാട്ടാനൊക്കെ ഉണ്ടോ എന്തോ, ഇങ്ങനെ അനയ്ക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ എന്തോ. അയ്യോ, ഇനി അത്രയും കൂടെ കയറാനുണ്ടോ? അയ്യോ, ഇനി ഇരിക്കണമല്ലോ. നിങ്ങൾ വരുമ്പോൾ സമാധാനമായിട്ട് ഇരുന്നിരുന്നൊക്കെ കയറിയാൽ മതി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിക്കയറുന്നത്. ഇവിടെയൊക്കെ മാർക്കിംഗ് ഉണ്ട് കേട്ടോ, നമ്മളെങ്ങനെ പോകേണ്ടതെന്നുള്ളത്. കാണിച്ചാൽ വണ്ടി കണ്ടോ, മാർക്കിംഗ് കണ്ടോ. പിന്നെ പുല്ലും ഇങ്ങനെ വെട്ടിവിട്ടിട്ടുണ്ട്. അതിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വലിഞ്ഞു കയറാൻ പറ്റുന്നവരാണെങ്കിൽ അത് അപ്പുറത്തോളം വലിഞ്ഞു കയറാം. നട്ടുച്ചക്കത്തെ വെയിൽ അതാണ് എന്നെ ക്ഷീണിപ്പിക്കുന്നത്. അങ്ങനെ നടന്ന് കയറി വന്ന് ഞാൻ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പം നല്ല കാഴ്ച. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ മലയുടെ അത് സെയിം ഹൈറ്റിലെത്തി. എന്നെക്കാട്ടും മുകളിലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മല ഇനിയും കുറച്ചും കൂടെ കയറാനുണ്ട്. പിന്നെ ആ മല, പിന്നെ അങ്ങ് ദൂരെയുള്ള മലകളൊക്കെ ഉള്ളു നമ്മുടെ സെയിം ഹൈറ്റിൽ. ബാക്കിയെല്ലാം താഴെ. നല്ലൊരു എക്സ്പീരിയൻസ് ആകട്ടെ. അപ്പം ഈ എക്സ്പീരിയൻസ് ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാവർക്കും ഒരു ഗീവ് അവേ കൂടി, അല്ലെ ഒരു സമ്മാനം ഞാൻ പ്രഖ്യാപിക്കുകയാണ്.
ഇത് അനങ്ങമല എന്ന് പറയുന്ന സ്ഥലത്തെ ട്രെക്കിങ്ങാണ്. ഞാൻ ഈ നിൽക്കുന്ന പാറയുടെ മുകളിൽ വന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ, ആ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരണം. നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളാണ്. നിങ്ങൾ ഇവിടെ ട്രെക്കിങ്ങിന് വരിക, നിങ്ങൾ എത്ര പേരെയും കൂട്ടി വന്നാലും കുഴപ്പമില്ല, ട്രെക്കിങ്ങിന് വരിക, നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, നമുക്ക് അയച്ചു തരും. അയച്ചു തന്നു കഴിയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു റിസോർട്ടിൽ സ്റ്റേ, അത് ആതിരപ്പള്ളിയിലുള്ളതോ അല്ലെങ്കിൽ മൂന്നാറിലുള്ളതോ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ ഒരു സ്റ്റേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ചെയ്യേണ്ടത് ഇത്രമാത്രം. അനങ്ങമല എന്ന് പറയുന്നിടത്ത് ഒരു ട്രെക്കിങ്ങിന് വരിക, എത്ര പേരെ കൂട്ടി വന്നാലും കുഴപ്പമില്ല, ഏത് സമയത്ത് വന്നാലും കുഴപ്പമില്ല, ഏത് ഡേറ്റിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ജൂൺ മാസം വരേ ഉള്ളൂ, ജൂലൈ 1-ാം തീയതി തൊട്ടില്ല. അപ്പം എന്നിട്ട് നമുക്ക് അയച്ചു തരിക, നമുക്ക് ഫോട്ടോ അയച്ചു തരിക, താഴെ ടൈമും ഡേറ്റും മെൻഷൻ ചെയ്യുക, നിങ്ങൾ വന്ന സമയം. ഓക്കെ, നിങ്ങളെ കാത്ത് റിസോർട്ടിലൊരു സ്റ്റേ കാത്തിരിപ്പുണ്ട്, മറക്കല്ലേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പം കുറച്ച് ചാണകം കണ്ടു. ആ ചാണകം എന്തുവാണെന്നുള്ളത് ഇവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അത് കാട്ടുപശുക്കടയാണ്. ഇവിടെ ഒരുപാട് കാട്ടുപശുക്കളുണ്ട്. പണ്ടേ അതായത് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ, അതായത് നാട്ടുപശുക്കൾ കാട്ടിൽ മേയാൻ വേണ്ടി വിട്ടിട്ട് തിരിച്ച് ചെല്ലാത്ത പശുക്കളാണ്. അതിങ്ങനെ പ്രസവിച്ച് അതിപ്പോൾ ഒരു 10-200 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിങ്ങനെ കൂട്ടം ഒരു 10-30-ൻ്റെയും 40-ൻ്റെയും കൂട്ടമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നമ്മൾ അതിനെ കണ്ടാൽ അതിനെ പേടിപ്പിക്കരുത്, അല്ലെങ്കിൽ ഉപദ്രവിക്കരുത്, അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. നമ്മളതിനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടമായിട്ടൊന്ന് വന്ന് നമ്മളെ ആക്രമിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, കയറുന്ന വഴിയിൽ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഇല്ല, ഞാൻ ഒരു കയറ്റം കയറിയിട്ട് വന്നിട്ടാണ് ക്യാമറ എടുത്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് അനങ്ങൻമലയുടെ ഒരു സൈഡിലുള്ള ഏറ്റവും ടോപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടം വരെ കയറി വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു എന്താ പറയുന്നത്, നമ്മൾ ലോകം കീഴടക്കി എന്ന് പറയത്തില്ല. നമുക്ക് നമ്മളെങ്ങാട്ടും ഹൈറ്റിലുള്ളത് ഈ മലയുടെ തന്നെ വേറൊരു പോർഷനാണ്. ഞാൻ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല, കാരണം എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം ഇത്രയും വന്നത് തന്നെ ഒത്തിരി സമയമായെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഇടയിൽ കയറിയാണ്. ഇന്ന് എനിക്ക് തിരിച്ച് എറണാകുളം ചെല്ലേണ്ടതാണ്. അപ്പം ഇത് ഒറ്റപ്പാലത്തിനും ചെറുപ്പളശ്ശേരിക്കും അടുത്തുള്ളൊരു സ്ഥലമാണ് അനങ്ങൻമല. അപ്പം എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളൊരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സമ്മാനം നിങ്ങളിൽ ഒരാളെ കാത്തിരിപ്പുണ്ട്. ആ ഒരാൾക്ക് കിട്ടുന്ന സമ്മാനം വെച്ച് 2 പേർക്ക് യൂസ് ചെയ്യാം. ആ സമ്മാനം എന്താണെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കാണും. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ച. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് കാരണം എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ഈ 360 കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയും. ആ അനുഭവം നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത ഇതിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പ്രയത്നമാണ് ഇത് കയറാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരു ത്രില്ലാണ്. ഞാനിപ്പോൾ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. എനിക്ക് അതുകൊണ്ട് പ്രത്യേകമായി പറയാനുള്ളത് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ചപ്പൽ അല്ലെങ്കിൽ ചെരുപ്പ് അത് സൂക്ഷിച്ചു വേണം. അത് ഷൂ ആണെങ്കിൽ തന്നെ നല്ല ഗ്രിപ്പുള്ള ഷൂ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും സ്കിഡാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റിസ്ക് എടുത്ത് ഒരു സൈഡിലേക്ക് പോകരുത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് മുതിരാവൂ. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്.